ആരെയാ ഞാൻ മച്ചാനേന്ന് വിളിക്കേണ്ടത്? ബാവാക്കേനെ മച്ചാനേന്ന് വിളിക്കാൻ. അയ്യടാ, ആരോടും എനിക്ക് പരിഭവമില്ല. ഇഷ്ടമുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് ഒരു മൂലയിൽ പോയി, മൂല തന്നെ വേണം, ആരും കാണാതെ കരഞ്ഞു തീർക്കണം. സത്യം, നിങ്ങളും അങ്ങനെയാണോ? അടിപൊളി സോങ് എന്ന് പറയുന്നത്. ഡി കോപ്പിറൈറ്റ് വരല്ലേന്ന്. അങ്ങനെ വരുമോ? നീ കേൾക്കുന്നുണ്ടോ ബിന്ദു ചേച്ചിയെ? ഐ ഉലുവ അല്ലേ തന്നെ ഷുഗറാ. ഉലുവ ഉലുവ നന്നായി വേണം. സാസ് കുരങ്ങാന്ന് വിളിക്കാൻ. ആ, അത് വേണ്ട, അത് വേണ്ട, വേണ്ട. മച്ചാനേന്ന് വിളിക്കാനാ പറഞ്ഞത്, കുരങ്ങാന്നല്ല. പുഴയിലൊഴുക്കാൻ പാട്ട് കേൾക്കുന്നു. ആരെ? നിൻ്റെതാ പാട്ട്? അവിടെ നിന്നാണോ കേൾക്കുന്നത്? രാത്രി ഉള്ള ഫുഡ് എൻ്റെ പല്ലിന് ഇതൊക്കെ ധാരാളം പെരുന്നാറായി പെട്ടെന്ന്. തക്കാളി ഭംഗിയിൽ കട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പ്രതിഭേട്ട. പ്രതിഭേട്ടന് ഫ്രീ ഉള്ള ഒരു ദിവസം പറയുമോ പ്രതിഭേട്ട? കോപ്പിറൈറ്റ് ഡി സൗണ്ട് കുറയ്ക്കുന്ന അത്രയും സൗണ്ടോ എൻ്റെ ഈ തല്ലിപ്പൊളി ഫോണിന്ന്? നേരത്തെയും ഒരു ഉലുവ കിട്ടി. ഷുഗർ ജാസ്തി ഉണ്ട്, അതാണ് ഉലുവ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സാസ് പൊട്ടത്തി കേൾക്കുന്നുണ്ടോ? ആരെയും കുറ്റപ്പെടുത്തരുത്. ആദ്യം നമ്മുടെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കണം. അതല്ലേ അതിൻ്റെതായ ഒരു ഇത്. മനുഷ്യൻ അത് ആദ്യം നോക്കുമോ? ഇപ്പോൾ ഫ്രീ ആണ്. നാളെ ഫ്രീ ആണോ? ഇപ്പോൾ ഇല്ല, ഇപ്പം ഇല്ല. നാളെ ഫ്രീ ആണോ? നാളെ വേണ്ട, നാളെ വേണ്ട. നാളെ ശനി ഞായർ. തിങ്കളാഴ്ച ഫ്രീ ആണോ? തിങ്കളാഴ്ച ഫ്രീ ആണോ? അടിപൊളി കമ്മൽ. ബിന്ദു ചേച്ചി, സാസിനെ അവളുടെ കെട്ടിയൻ എൻ്റെ കയ്യിൽ നിന്നും അടിച്ചെടുത്തതാണ്. അതെങ്ങനെ? എവിടെ പോകാനാന്ന്? എവിടെയും പോകാനല്ല, എനിക്ക് ടുഗെദർ, നമ്മളെ പ്രദീപേട്ടൻ്റെ ടുഗെദർ ഇടാൻ. ഞാൻ ടുഗെദർ ഇതുവരെ ഇട്ടില്ല അല്ലേ പ്രദീപേട്ട? ലൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? 41 ലൈക്ക്, 1 മണിക്കൂർ. ഫ്രീ അല്ല, മൺഡേ ഫ്രീ അല്ല. നമ്മളെ പിന്നെ അയ്യോ, ചേച്ചീനെ കാണുന്നില്ല ഇപ്പോൾ. ഡി പകൽ ഒരു ദിവസം ഇട് ടുഗെദർ. സൂര്യ ബ്ലോഗ്സ്, ഹായ് ബിന്ദു, എന്തുണ്ട് വിശേഷം? സൂര്യ ബ്ലോഗ്സിനെ ഒന്ന് നോക്കട്ടെ കേട്ടോ. സാസിനെ അവിടെ നിൽക്കട്ടെ. പകലിടാം. ഒരു ദിവസം നീ കയറാൻ വന്നപ്പോൾ SRF ചേട്ടൻ ഓടി കയറി ലൈക്ക് 42 അടിച്ചു. സൂര്യനെ ഒന്ന് നോക്കട്ടെ. സൂര്യൻ്റെ ചാനലൊന്ന് നോക്കട്ടെ. സൂര്യ വ്ളോഗ്. സൂര്യ, എൻ്റെ മുന്നത്തെ പേര് സൂര്യ. ഞങ്ങൾ ഉലുവ ആണ്. സൂര്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് സൂര്യ വ്ളോഗ്സിലെ സൂര്യ കേട്ടോ. ഉലുവ സൂര്യ ഇത് കാണുന്നുണ്ട് കേട്ടോ. മഞ്ഞക്കിളിയായിട്ട് വന്നല്ലോ സൂര്യ. അമ്മേ, ഇതാരാ സൂര്യ? ഈ കയറിടല്ലേ കേട്ടോ, ഈ കയറ് കെട്ടല്ലേ. മറ്റേ അവരെ തന്നെ ഒരു കയറ് ഇത് കിട്ടാണ്ട് ഇവിടെ എവിടെയോ ഉണ്ട്. അതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിൽ കഴുത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഇതാക്കിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഇടല്ലേ, പൂച്ച എങ്ങാനും ചാടിപ്പോയാൽ ഈ കഴുത്തിലുള്ള ഈ ഇതായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും, അപ്പോൾ കഴുത്തിൽ കെട്ടരുത് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് മണിയൊന്നും കിട്ടാത്തത്. ചേട്ടൻ കിച്ചണിലാണോ ചോദിച്ചില്ലേ? മകളാണോ അത്? സൂര്യ മകളാണോ? അതെ. ഓക്കെ. അപ്പം എല്ലാവരും പരിചയപ്പെട്ടു. ഈ കുഞ്ഞിൻ്റെ പേരെന്താ? പൂച്ചക്കുഞ്ഞിൻ്റെ പേരെന്താ? എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു